മൗലവിമാര് അങ്ങാടിയിൽ വന്ന് അടിക്കുന്ന ഡയലോഗ് എന്താ അറിയോ? മൗലവി പറയാണ്, സ്വഹാബികൾക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും ഒരു സംഗതി മുജാഹിദിന്റെ പള്ളിയിലുണ്ട് എന്ന് തെളിയിച്ചെന്നാല് ഞങ്ങൾ അത് അപ്പം നിർത്തിവെക്കുന്ന, ഞങ്ങൾ ഉറപ്പിച്ച് വാക്ക് നൽകുന്നു. ആരെ വാക്കാ? വഹാബികളെ വാക്കാ. അത് കുറുപ്പിന്റെ ഉറപ്പല്ല, കീറച്ചാക്കിന്റെ ഉറപ്പും കൂടി ഉണ്ടാവില്ല. കഴിഞ്ഞ ആഴ്ച വാപ്പാന്റെ മുടിയോലെ ഇനി പിറ്റത്തെ ആഴ്ച വർക്കത്തുള്ളതാ. ഇതാണ് വഹാബികളെ ഉറപ്പ്. അതിന് കീറച്ചാക്കിന്റെ ബലം കൂടി ഉണ്ടാവില്ല. മുജാഹിദ് പള്ളിയിൽ അല്ലാഹുവിന്റെ ദീനിന്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇബാദത്ത്, ഏതെങ്കിലും ഒരു ആചാരം നബിയുടെ കാലത്തില്ല, സ്വഹാബത്തിന്റെ കാലത്തില്ല എന്ന് കൃത്യമായി ആര് ചൂണ്ടിക്കാണിച്ചാലും ശരി, അത് തിരുത്തി അതിലേക്ക് മടങ്ങാൻ തയ്യാറാണ്. ചുമ്മാ പറഞ്ഞതാ, ശുദ്ധ കളവ് പറഞ്ഞതാ, മുന്നിലിരിക്കുന്ന കുഞ്ഞാടുകളെ സമാധാനിപ്പിക്കാൻ. ഇതാണ്ട് കേട്ടപ്പോ കുഞ്ഞാടൊക്കെ ഉറപ്പായി, ഭയങ്കര ഹിമ്മത്തായി. കാരണം എന്താ, മൗലവിമാർ എന്ത് തെളിവാട്ടിട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അത് നോണിയാന്നും പറഞ്ഞു മൗലവിമാര് പോവും. എന്നാൽ മുസ്ലിമീങ്ങളെ വഹാബികളോട് പറയട്ടെ, നിങ്ങളെ പള്ളിയിലുള്ളത് മുഴുവൻ കരിഞ്ചന്തയാണ്. സ്വഹാബത്ത് ചെയ്തതൊന്നും നിങ്ങളെ പള്ളിയിലില്ല, നിങ്ങളെ പള്ളിയിലുള്ളതൊന്നും സ്വഹാബത്ത് ചെയ്തതുമല്ല. എല്ലാം കൂടി ഞാൻ പറയണില്ല, രണ്ടെണ്ണം ഉദാഹരണത്തിന് പറയാം. ഒന്ന്, നിങ്ങളെ മിമ്പറയിലെ കരിഞ്ചന്തയായ പരിഭാഷയില്ലേ, അത് സ്വഹാബത്തിന് പരിചയമില്ല, ഇല്ലെന്ന് ഞാൻ പറയുന്നതല്ല. നിങ്ങളെ KM മൗലവി പറഞ്ഞിട്ടുണ്ട് അയാളെ ബുക്കില്. എന്താ പറഞ്ഞത്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പോയ സ്വഹാബികൾ ഉൾക്കൊള്ളുന്ന 4 തലമുറയിലെ ഹിജ്റ 4 നൂറ്റാണ്ടിലെ സമൂഹം ലോകത്തിന്റെ എവിടെ ചെന്നിട്ടോ നാട്ടാര ഭാഷയിൽ ഖുതുബ ഓതിയിട്ടില്ല എന്ന് പറഞ്ഞത് സാക്ഷാൽ KM മൗലവിയാണ്. അപ്പൊ സ്വഹാബത്തിന് പരിചയമില്ലാത്ത തോന്നിയാസ. ഇനി ഇത് ആർക്കാ പരിചയമുള്ളത്? അത് നിങ്ങളെ വേറൊരു നേതാവായി റഷീദി എന്ന് പറഞ്ഞിട്ടുണ്ട്. തുർക്കി ഖിലാഫത്തിനെ തകർത്ത് ഇന്ന് അമേരിക്ക ഇറാഖിൽ ചെയ്തതുപോലെ, അഫ്ഗാനിൽ ചെയ്തതുപോലെ, അന്ന് ബ്രിട്ടീഷുകാർ തുർക്കി ഖിലാഫത്തിനെ തകർത്ത് പകരം പതിട്ടിച്ച പടിഞ്ഞാറിന്റെ സാംസ്കാരിക അച്യുതനാണ് മുസ്തഫ കമാൽ പാഷ. ആ മുസ്തഫ കമാൽ പാഷയാണ് ലോകത്താദ്യമായി ഖുതുബ, ബാങ്ക് പോലെയുള്ള ആരാധനകൾ പ്രാദേശികമായ ഭാഷാവൽക്കരണം നടത്തിയതെന്ന് റഷീദുള്ള എഴുതി വച്ചിരിക്കുകയാണ്. അപ്പൊ അത് സ്വഹാബത്തിന് പരിചയമില്ല. പരിചയമുള്ളത് മുസ്ലിം വിരുദ്ധനായ മുസ്തഫ കമാൽ പാഷക്കാണെന്ന് രണ്ടിനും തെളിവ് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ്. അടുത്ത വെള്ളിയാഴ്ച മാറ്റിപ്പിടിച്ചോ ഖുതുബ. ഇനി പോകട്ടെ, നിങ്ങളെ തന്നെ കേരളത്തിലെ ആദ്യ നേതാക്കളില്ലേ, KM മൗലവി, ഒക്കെ മൗലവി 1921 മുജാഹിദ് ഉണ്ടാക്കിയിട്ട് ആദ്യമായി ഇത് ഓതിയത് എവിടെയാ? എടവണ്ണയിലാണ്. നിങ്ങൾ എഴുതി വെച്ചിട്ടില്ലേ? അത് 1940-കൾക്ക് ശേഷം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നിങ്ങൾ ഉണ്ടായ ശേഷവും ഒരുപാട് കാലം നിങ്ങളുടെ പൂർവികർക്ക് ഈ പരിചയമില്ല. ഇതൊന്നു പറയട്ടെ. ഇനി രണ്ടാമത്തത് പറയട്ടെ, നിങ്ങളുടെ പള്ളിയിലെ പെണ്ണുങ്ങളുടെ കമ്പാർട്ട്മെന്റ് ആണ്. സ്വഹാബത്ത് കേരളത്തിൽ 10-ലധികം പള്ളി ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച കൊടുങ്ങല്ലൂരിൽ ഹിജ്റ 5-ൽ നിർമ്മിച്ച ചേരമാൻ പള്ളിയുണ്ട്. ആ പള്ളിയുടെ ചാരത്ത് ഖമരിയ ബീവി എന്ന മഹദിയുടെ ജാറമുണ്ട്. അതിന്റെ തൊട്ടടുത്ത് ഹബീബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ ജാറമുണ്ട്. ആ ഹബീബ് ഇബ്നു മാലിക് തങ്ങൾ കൊടുങ്ങല്ലൂർ പള്ളിയിലേക്ക് ലോറിക്കച്ചാൻ പോന്നപ്പോ, ജുമുഅ നിസ്കരിക്കാൻ പോന്നപ്പോ, ഏതെങ്കിലും ഒരു ദിവസം ഖമരിയ ബീവി അവിടത്തെ കൂടെ പള്ളിയിലേക്ക് വന്നത് ചരിത്രത്തിലില്ല. ഉണ്ടോ? എവിടെയെങ്കിലും ഈ പള്ളികളിലുണ്ടോ? അതുകൊണ്ട് അത് സ്വഹാബത്തിന് പരിചയമില്ലാത്തതാ. പോട്ടെ, സ്വഹാബികൾ നിങ്ങളൊപ്പല്ല, നിങ്ങളുടെ പൂർവികർക്ക് പരിചയമുണ്ടോ? ഇത് ഇങ്ങനെ പെണ്ണ് പള്ളിയിൽ പോകുക എന്ന ഒരു മതാചാരം ഉണ്ടെങ്കിൽ കേരളത്തിൽ അത് ആദ്യം ചെയ്യേണ്ടത് ആരാണ്? മുജാഹിദ് ഉണ്ടാക്കിയ KM മൗലവി അല്ലേ? വഹാബികളെ, KM മൗലവിയുടെ ഭാര്യയാണോ കേരളത്തിൽ ആദ്യം പള്ളിയിൽ പോയത്? അലവി മൗലവി, അതുപോലെ വക്കം മൗലവിയുടെ ഉമ്മയോ പെങ്ങളോ ആണോ കേരളത്തിൽ ആദ്യം പെണ്ണ് പള്ളിയിൽ പോയത്? അല്ലല്ലോ. 1921 വഹാബിയാള് വഹാബി പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് 950 വരെ പോയിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ പൂർവികർക്ക് പോലും ഈ കരിഞ്ചന്ത പരിചയമില്ല. ഇനി ആദ്യമായി പെണ്ണ് പള്ളിയിൽ പോണെന്ന് പറഞ്ഞത് ആരാ? MCC എന്ന് പറയുന്ന വഹാബി പുരോഹിതനാ. ആ വഹാബി പുരോഹിതൻ പെണ്ണുങ്ങളോട് പള്ളിയിൽ പോകാൻ പറഞ്ഞു, നിർബന്ധമാണെന്ന് പറഞ്ഞു. ആ പെണ്ണിന്റെ നഗ്നത ആണിനെ പോലെ, ആണിന്റെയും നഗ്നത കേവലം മുന്നും പിന്നും മാത്രമാണെന്ന് പറഞ്ഞ് പെണ്ണ് പള്ളിയിൽ പോകൽ നിർബന്ധമാണെന്ന് 950-കളിൽ MCC ബുക്ക് എഴുതിയപ്പോ, ആ ബുക്ക് വായിച്ച് മലപ്പുറം ജില്ലയിലെ ഞങ്ങളെയൊക്കെ നാടിന്റെ തൊട്ടടുത്തുള്ള ഒതായി പള്ളിയിൽ ഒരു താത്തയാണ് ഈ ഏർപ്പാട് ആദ്യം തുടങ്ങിയത്. മുജാഹിദ്, നിങ്ങളുടെ KM മൗലവിയുടെ ഭാര്യക്ക് ഇത് പരിചയമല്ല, വക്കം മൗലവിയുടെ ഭാര്യക്ക് ഇത് പരിചയമല്ല. പിന്നല്ലേ സ്വഹാബികളെ മാറ്റിക്കോ, പൂട്ടിട്ടോ അടുത്ത വെള്ളിയാഴ്ച ആ പെണ്ണുങ്ങളുടെ കമ്പാർട്ട്മെന്റ്. എന്നിട്ട് ആ അടുത്ത വിഷയം ചർച്ച ചെയ്യാനേ.